മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ പതിയെ കാല് നിലത്ത് വെച്ചതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണല്ലോ. അത് കാണുമ്പോൾ മാർക്കോയ്ക്കും അനന്തൂനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് കണ്ണൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് എന്താ പറയുക, അത്രയും സന്തോഷമാണ് അനന്തൂന്. കാരണം അവൻ കുട്ടിക്കാലത്ത് ഒരുപാട് ഫുട്ബോൾ കളിക്കുകയും ഒരുപാട് ഓടിക്കളിക്കുകയും എല്ലാം ചെയ്തിരുന്ന കണ്ണനാണ്. വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ അവന് സാധിച്ചത് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. അതിനുശേഷം അവർ പതുക്കെ പിടിച്ച് കണ്ണനെ സ്വയം നടത്തിപ്പിക്കുകയാണ് കേട്ടോ. കണ്ണൻ നടക്കുന്നുമുണ്ട്. അതിനുശേഷം മാർക്കോയും അനന്തവും കൂടി പറയണേ, എന്തായാലും ശരി കണ്ണൻ സാറെ നമുക്ക് നടത്തിക്കൊണ്ട് വൈദ്യരുടെ ഓഫീസിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ അവർ 3 പേരും കൂടി നടന്ന് വൈദ്യരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും പെട്ടെന്ന് മേഘനാഥൻ ഇത് കാണുകയാണ് കേട്ടോ. മാർക്കോ അനന്തും കണ്ണനും കൂടി കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റില്ല. അങ്ങനെ മേഘനാഥൻ വന്നതും ഒന്നും ഇവർ കാണില്ല. കാരണം കണ്ണൻ നടക്കുന്ന സന്തോഷത്തിൽ മേഘനാഥനെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. പിന്നീട് പെട്ടെന്ന് തന്നെ മേഘനാഥൻ വാമദേവൻ്റെ അടുത്ത് പോയിട്ട് പറയണം, അച്ഛാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവൻ എഴുന്നേറ്റ് നടന്നു അച്ഛാ, അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവനാകെ ഉള്ളിലൊരു സന്തോഷം വരികയാണ്. കാരണം അത്രയും കിടന്ന ആളെ എഴുന്നേറ്റ് നടപ്പിച്ചു വൈദ്യർ. അപ്പം തൻ്റെ കാര്യത്തിലും എന്തായാലും ഒരു പുരോഗതി ഉണ്ടാകും എന്നാണ് വാമദേവൻ മനസ്സിൽ കരുതിയത് കേട്ടോ. എന്തായാലും ശരി, ഇവനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ എന്തായാലും കൊല്ലണം, ഇന്നത്തോടു കൂടി കൊല്ലണം, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ കരുതാണ്. അതേസമയം പാതിരാത്രി ആയപ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ഉറക്കേ വരുന്നില്ല കേട്ടോ. എന്തോ പോലെ അമ്മയോട് ഇങ്ങനെ പറയണം, അമ്മ എന്തോ എനിക്കൊരു വയ്യായിക പോലെ, എന്തോ ഒരു പരവേശം, ആർക്കോ എന്തോ സംഭവിക്കണ പോലെ, എൻ്റെ കണ്ണേട്ടന് അവിടെയാണ്, എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിയോട് അമ്മ പറയണം, മോള് വിഷമിക്കണ്ട, മോള് വിളിക്കണ ആ ദൈവമില്ലേ, ആ അമ്മ എല്ലാം കേൾക്കും, അതുകൊണ്ട് മോള് വിഷമിക്കാതെ കിടന്നുറങ്ങ്, ഏതായാലും നേരം വെളുക്കാൻ ഇനി കുറച്ച് നേരമല്ലേ ഉള്ളൂ, മോള് വിഷമിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തന്നെ മേഘനാഥൻ ഒരു കറുത്ത പതപ്പൊക്കെ ഇട്ടിട്ട് അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. റൂമിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഈ ബഹളം കേട്ടിട്ട് പുറത്ത് ചാടുമ്പോൾ കണ്ണനെ എന്തായാലും കൊല്ലാം, അങ്ങനെയാണ് മേഘനാഥൻ കരുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ മേഘനാഥൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. മേഘനാഥൻ അങ്ങോട്ടേക്ക് പോയിട്ട് ബഹളം വെക്കുകയാണ് കേട്ടോ. ബഹളം വെച്ചിട്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് ബഹളം വെച്ചിട്ട് മേഘനാഥൻ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വരാൻ നേരത്തെ മേഘനാഥനെ കണ്ണ് കാണില്ല കേട്ടോ. മേഘനാഥന് കണ്ണ് കാണാതെ ഇങ്ങനെ കണ്ണ് കാണാതെ അയ്യോ എനിക്കൊന്നും കാണില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് മേഘനാഥൻ ഇങ്ങനെ കണ്ണ് തിരുമ്പുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അമ്മ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയാണ് മേഘനാഥന് ഒരു പണി കൊടുത്തിരിക്കുന്നത്. പിന്നീട് മേഘനാഥൻ്റെ തോളിൽ മാർക്കോ കൈവയ്ക്കുകയാണ്. എന്താ നിനക്കിവിടെ എന്താ കാര്യം, എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. മാർക്കോ, എനിക്ക് കണ്ണ് കാണില്ല മാർക്കോ, എന്നെ എത്രയും പെട്ടെന്ന് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം, നീ ഒന്ന് വേഗം കൊണ്ടുപോ, എനിക്ക് കണ്ണ് കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാർക്കോ പറയണ്ടേ, നീ അത്രയ്ക്ക് ശിക്ഷ നിനക്ക് കിട്ടാനുണ്ട്, അതിൻ്റെയാണ് ഇത് കിട്ടുന്നതെല്ലാം, നീ അനുഭവിക്കുക, നിനക്ക് പോരാ, ഇതിൽ കൂടുതൽ നിനക്ക് വേണം, നീ അത്രയും ദ്രോഹിച്ചവനാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയേണ്ട, മാർക്കോ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, എന്നെ എത്രയും പെട്ടെന്നൊന്ന് കൊണ്ടുപോകണം, വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം, ഒന്ന് കൊണ്ടുപോയി, എനിക്ക് കണ്ണ് കാണില്ല, എനിക്കൊന്നും കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് മേഘൻ ഇങ്ങനെ കരയാണ് കേട്ടോ. പിന്നീട് മാർക്കോ വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കണ്ണനെ കൊല്ലാൻ വേണ്ടി മേഘനാഥനും അവിടെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി കരുണയും, 2 കൂട്ടരും കൂടി ഇവരെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന അടുത്ത തീരുമാനത്തിലാണ്. പക്ഷേ ഇവരുടെ കൂടെ ആ അമ്മ എന്നും തുണയായി കൂടെയുണ്ട്.